ഞാൻ കണ്ടതിൽ വെച്ച് വസ്തുവിനോട് ഒട്ടും ആർത്തില്ലാത്തൊരു മനുഷ്യനാണിത്. പക്ഷെ ഒരുപാട് ആർത്തി കാണിക്കുകയും ചെയ്യും. അല്ല ഗൗരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. ഇവരെ കുടുംബത്തിന്, പടവലം കുടുംബത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു കാര്യമുണ്ട്. അതായത് പടവലം കുട്ടമ്പിള്ള മാമൻ്റെ വകയിൽ വലിയച്ഛൻ്റെ മോന് ചെറിയൊരു നൊസ്സുണ്ട്. അതല്ലേ ചേച്ചി ഇങ്ങനെ? അതാണ് അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അത് വന്ന് പെട്ടിട്ടില്ല. ഈ ചുമ്മാ കള്ളാൻ പറ്റില്ല. ലച്ചുന് അങ്ങനെയൊന്നുമില്ല അല്ലേ? എന്റെ കൈ നീറി പൊളക്കണേ സൂചിച്ചിരിക്കണല്ലേ. എടാ എന്തരടാ ഇത്ര അവസാനിക്കാറായില്ല. ഇതിനൊരു അവസാനം ഇല്ലേടാ. കൈയേട്ടല്ല പ്രതികാരം ഇല്ല, അവസാനം ഇല്ല. ഇതാണ് നിനക്ക്. ഇപ്പൊ നിന്റെ കയ്യെ പൊള്ളിട്ടുള്ളു. നീ ഇനി അടുക്കളയിലേക്ക് കയറി നോക്ക്. ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യും. മാളത്തെ ഒളിച്ചിരിക്കാതെ വാ, സമക്ഷത്തിൽ വാ. വന്നല്ലോ. എന്ത് നിനക്ക്? വരാടാ, ഇവിടെ വരാടാ ഞാൻ. അമ്മ പ്ലീസ് അമ്മ പ്രശ്നം ഉണ്ടാക്കല. ഞാൻ കാല് പിടിക്കുക. ഞാൻ പിടിച്ചു കഴിഞ്ഞു. എവിടെ പിടിച്ചു? ഞാതാ പിടിച്ചു. എന്റെ പൊന്നമ്മ, കുട്ടുമാമ്മ, നിങ്ങൾ ഇങ്ങനെ ബദ്ധ ശത്രുക്കളെ പോലെ കിടന്ന് അടി ഉണ്ടാക്കലേ കാണാൻ ഒരു രസമില്ലെന്ന്. ചേച്ചി ഒന്ന് വിട്ട് കളാ. അല്ലേച്ചില്ലടാ കൂട്ടാ, നീ എത്ര ചാടിയാലും അവൾ അതിന്റെ മോളിൽ കൂടെ ചാടും. അറിയാല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോൾ നിങ്ങളെ വീട്ടുകാരല്ല എതിർത്ത്. ആ എതിർപ്പിന്റെ മോളിൽ കൂടെ ചാടിയാണ് വന്നത്. നീ ഇങ്ങനെ ചാടി, അവൾ ഇങ്ങനെ ചാടും, ഇങ്ങനെ ചാടി, ഇങ്ങനെ ചാടും, ഇങ്ങനെ ചാടി, ഇങ്ങനെ ചാടിപ്പോ. അതുകൊണ്ട് അടങ്ങി. എടാ നീയൊക്കെ ചെയ്ത തെറ്റെന്താണ്? ഇതെങ്ങനെയാണ് സംഭവം? നിന്റെ കൈ പൊള്ളി എങ്ങനെയാണ്? അതൊന്ന് പറയടേ. പ്രശ്നം എന്താണ്? പറ. വല്ല വസ്തുവിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലിയിട്ടുള്ള സംസാര വിഷയങ്ങളെ കാണാം. ആണെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. അതാണോ? അല്ല. പിന്നെന്ത്? പറയട്ടാ നിന്റെ സ്വഭാവം. അവിടെ എന്താ സ്വഭാവം നമ്മുടെ അറിയേണ്ട കാഴ്ച. നിങ്ങൾ എന്താണ് ചെയ്തെന്ന് പറയേ. ഞാൻ പറയാം. വേറൊന്നുമല്ല, ഇവൻ രാവിലെ ചായ കുടിക്കാനായിട്ട് അടുക്കളയൊക്കെ വന്നു. അപ്പൊ ഞാൻ ചായ എടുത്ത് കൊടുത്തു. ചുമ്മാ എന്നപ്പോ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്, ശ്രീകൂട്ടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അമ്മേനെ നീ അങ്ങനെ ശ്രദ്ധിക്കണില്ല കേട്ടാ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര നടക്കുകയാണ് എന്നൊന്ന് പറഞ്ഞു പോയി വാലു. യോനോ അപ്പ തന്നെ ചായ എടുത്ത് ആ മേശപ്പുറത്ത് വെച്ചിട്ട് ചാടി തുള്ളിക്കൊണ്ട് നീയാടി ഭർത്താവും മക്കളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര നടക്കണത്. ഞാനല്ല അച്ഛനമ്മയെ ശ്രദ്ധിക്കാത്തെന്ന് പറഞ്ഞ് എന്നെ കുനിച്ചെടുത്തിട്ട് രണ്ടിട്ടി എന്റെ മുതുകത്തേക്ക്. ഞാൻ കിടുങ്ങിപ്പോയി, നെഞ്ച് കിടുങ്ങിപ്പോയി എന്റെ. ചേച്ചിയല്ലേ? അച്ഛനും അമ്മ എന്റെ ജീവനാണ്. അവര് കഴിഞ്ഞിട്ട് ജീവൻ ആരുള്ളൂ. ഓ, അച്ഛനമ്മ ജീവനാ. എന്നിട്ട് അച്ഛനമ്മയെ തിരിഞ്ഞു നോക്കണില്ലല്ലോ. ബാലു അവനെ വിഷമിപ്പിക്കുന്ന കാര്യം പറയാടി. പക്ഷെ ഞാൻ പിന്നെ വെറുതെ ഒന്നും വിട്ടുകൊടുത്തില്ല. ഞാൻ അവന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് അവനും കൊടുത്തു രണ്ടിടി. ഞാൻ മൂത്തത്, ഞാൻ രണ്ടിടി കൊടുത്തു. പിന്നെ അതൊന്ന് കൊള്ളണ്ടല്ലേ വേണ്ടത്? എന്നെ ഇടിച്ചോണ്ടല്ലേ ഞാൻ തിരിച്ചടിച്ചത്. അപ്പൊ അതവിടെ തീർന്നില്ലേ? അവൻ അടങ്ങിയില്ല. അവൻ അപ്പത്തിന് എന്നെ ഒറ്റ തുപ്പ്. ഞാൻ ഒരു കാര്യം പറയാം. കൊച്ചു പിള്ളേരുള്ള വീടാണത്. മക്കളെ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടാ. എടാ ഇങ്ങനെയൊക്കെ തുപ്പിയ പിള്ളേരെ കേട്ട് അനുകരിക്കൂടാ നാളെ. ചുമ്മാ ആൾക്കാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഞാനും തുപ്പി. കേട്ടപ്പോ